ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൊത്തു പൊറോട്ടയാണ്. അതിനായി നമ്മളിവിടെ പൊറോട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള എടുക്കാം. നമ്മളിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈകിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന പൊറോട്ടയൊക്കെ അധികം വന്നാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. ആദ്യമായി നമ്മൾ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ലേശം പെരുംജീരകം ഇട്ട് അതിലേക്ക് നമ്മളൊരു വലിയ സബോള ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വരുന്ന സബോളയിലേക്ക് നമുക്ക് ലേശം ഇഞ്ചി കൂടി ചതച്ചൊന്ന് ചേർക്കാനുണ്ട്. ഇഞ്ചി നന്നായിട്ട് വഴന്ന് അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ പീസായി അരിഞ്ഞതും കൂടി ചേർക്കാനുണ്ട്. സബോളയും ഇഞ്ചി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി കൂടി ചേർക്കാം. ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമ്മളിവിടെ കല്ലുപ്പ് വെള്ളം ചേർത്ത് കലക്കി എടുക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് വഴന്ന് വന്ന കൂട്ടിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പം അതിലേക്ക് നമുക്ക് ലേശം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പൊടിയും മസാലപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. സബോളയും മസാലപ്പൊടിയും എല്ലാം കൂടെ ആ വെള്ളവും ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 2 മുട്ട കൂടി ഉടച്ച് ചേർക്കാനുണ്ട്. പാകമായി വന്ന മസാലക്കൂട്ടിലേക്ക് നമുക്ക് ഇനി മുട്ട ചേർക്കാം. മുട്ട കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരെ പൊറോട്ട വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു മസാല ചാറ് കിട്ടുമല്ലോ, ആ ചാറ് ഈ സമയം ഇതിലേക്ക് ചേർത്താൽ മതി. മുട്ട നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. ഈ സമയം നമുക്ക് ലേശം ഉപ്പൂടെ ചേർക്കാം. നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ മുട്ട ചിക്കി വേവിച്ചെടുക്കണം. മുട്ട ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട കൂടി അതിൽ ചേർത്ത് നല്ലപോലെ മൊരിയിച്ചെടുക്കാം. മുട്ട ഒരുപാട് വെന്ത് വരുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട കൂടി അതിലേക്ക് നമുക്ക് ചേർക്കണം. മുട്ട ചേർക്കുന്നതിന് പകരമായി പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന ആ മസാലച്ചാറാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ പൊടികളൊന്നും സവോളയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വെറൈറ്റി സ്വാദിലുള്ള കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇറച്ചിക്കറിയുടെ ചാറ് ചേർത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.